ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ പ്രഭാതത്തിൽ ഉദയസൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ ഉയർന്നു വരുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രകാശം ചെറുതായി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വിരിയുന്ന ഒരു മനോഹരമായ കാഴ്ച നമ്മൾ കാണാറുണ്ട്. അത് വളരെ പെട്ടെന്നായിരിക്കില്ല. ആ ഉദയസൂര്യൻ്റെ പ്രകാശം ഈ ഭൂമിയിലേക്ക് അരിച്ചിറങ്ങുന്ന, അലിഞ്ഞിൽ തീരുന്ന, നമ്മളിലേക്ക് പടർന്നു വരുന്ന ഒരു പ്രകാശമാണ്. ഇതുപോലെയാണ് പാപകരമായ ജീവിതം നയിക്കുന്ന ഒരു പാപിയുടെ ജീവിതത്തിൽ പരിശുദ്ധി നിറയുന്നത്. ഇതുപോലെ ചെറുതായി പ്രകാശം ഇങ്ങനെ പടർന്നു വരികയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും, ദൈവമേ, സാവൂളിനുണ്ടായതുപോലെ പെട്ടെന്നൊരു മാറ്റം, അല്ലെങ്കിൽ മഗ്ദലന മറിയത്തിനുണ്ടായതുപോലെ, മറിയം മഗ്ദലനയ്ക്കുണ്ടായതുപോലെ, അങ്ങനെ വലിയ വിശുദ്ധർക്കുണ്ടായതുപോലെ എൻ്റെ ജീവിതത്തിൽ വളരെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുവാൻ നമ്മൾ ആഗ്രഹിക്കും. അത് മരിച്ച് പിറ്റേ ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് എന്ന് പറയുന്ന വലിയ വിശുദ്ധൻ ആത്മീയ ജീവിതത്തിൽ, ഒരു ആത്മാവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആത്മാവിൻ്റെ ശുചീകരണമാണ് അവൻ നടത്തേണ്ടത്. അത് നമ്മൾ എല്ലാ ദിവസവും നമ്മളത് ചെയ്യണം. ഒരു ഭക്ത ആത്മാവ്, ആ ഭക്താത്മാവിൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നത് ആ വ്യക്തിക്ക് ജീവിതത്തിലുണ്ടായിട്ടുള്ള കുറവുകളെ പരിഹരിക്കുന്നത് പെട്ടെന്നല്ല. പക്ഷെ നമ്മൾ അതിന് പ്രാർത്ഥിച്ച് ധൈര്യപൂർവം അതിനുവേണ്ടി ഒരുങ്ങണം, തയ്യാറാണ്. ചിലപ്പോഴൊക്കെ ചില ആത്മാക്കൾക്ക് വരുന്ന തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, പാപത്തെ ഉപേക്ഷിച്ചു, ഇനി അവർ പരിപൂർണരായി എന്ന് വിചാരിച്ച് ഒരു കോഴി കഴുകൻ അല്ലെങ്കിൽ പരുന്ത് പറക്കുന്നത് പോലെ തനിക്ക് പറക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന പോലെയാണെന്നാ പറയുന്നത്. നമുക്കറിയാം കോഴിക്ക് എന്തുമാത്രം ഉയരത്തിൽ പറക്കാൻ പറ്റും. അപ്പോൾ പരിപൂർണതയിൽ എത്തിയെന്നുള്ള ഒരു ചിന്ത ഒരു അഹങ്കാരത്തിൻ്റെ ചിന്തയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പാപത്തിൽ നിന്നുള്ള ആ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മൾ ക്ഷമാപൂർവം ധൈര്യപൂർവം കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പം പാപ ആസക്തിയാണ് ഒരു മനുഷ്യനെ, ആത്മാവിനെ നശിപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു മനുഷ്യന് പോക്കറ്റ് അടിച്ച് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പോക്കറ്റ് അടിക്കാൻ അറിയില്ല. അവൻ ആ പാപത്തിൻ്റെ ബന്ധനത്തിലാണ്. എന്നാൽ ആ മനുഷ്യൻ പോക്കറ്റ് അടിക്കുന്നില്ല. പോക്കറ്റ് അടിക്കുന്ന ഒരു വ്യക്തിയെ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അയാൾ കള്ളൻ എന്ന് മുദ്ര കുത്തി. പക്ഷെ പോക്കറ്റ് അടിക്കുന്ന ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും അതിനെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്ന ഒരാൾ, ആ പാപത്തിൻ്റെ ആസക്തി ആ ആത്മാവിനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ആത്മാവ് വളരണമെങ്കിൽ പാപത്തിനെ കുറിച്ചുള്ള ഓർമ്മയും പാപത്തെക്കുറിച്ചുള്ള ചിന്തയും പാപത്തിൻ്റെ സുഖത്തെക്കുറിച്ചുള്ള ഓർമ്മയും എല്ലാം പാടെ ഉപേക്ഷിക്കുമ്പോഴാണ് ആ ദൈവാത്മാവ് പാപത്തിൽ നിന്ന് വിമുക്തി പ്രാപിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യുന്നില്ലെങ്കിലും പാപത്തെക്കുറിച്ചുള്ള ഓർമ്മ, പാപം ചെയ്യുന്നവർ എത്രയോ സന്തോഷമുള്ളവർ, എത്രയോ ഭാഗ്യവാന്മാർ എന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ നമുക്കൊരുപാട് പാപബന്ധനങ്ങളുണ്ട്. ദൈവമേ, പാപത്തിൻ്റെ ആസക്തിയിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. വലിയ കൃപയാൽ ജീവിക്കുവാൻ, ആത്മാവിൻ്റെ പരിശുദ്ധിയാൽ നിറയുവാൻ, ക്ഷമാപൂർവ്വം കാത്തിരിക്കുവാൻ, ധൈര്യപൂർവ്വം അതിനുവേണ്ടി അധ്വാനിക്കുവാൻ കൃപയിൽ ഞങ്ങൾ വളർത്തണമേ എന്ന് ഈ ശുശ്രൂഷയിൽ ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതമുലയുമ്പോ തകരാതെ കാക്കുന്നു ദൈവം, എൻ്റെ മാനസമൊരുകുമ്പോ
കുളിരേകിയണയുന്നു ദൈവം എൻ്റെ ജീവിതമുലയുമ്പോ തകരാതെ കാക്കുന്നു ദൈവം എൻ്റെ മാനസമൊരുകുമ്പോ കുളിരേകിയണയുന്നു ദൈവം കുളിരേകിയണയുന്നു ദൈവം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.